നമസ്കാരം. ക്യൂ മലയാള UK ന്യൂസിലേക്ക് സ്വാഗതം. NHS വാഹനങ്ങളിൽ മയക്കുമരുന്ന് കടത്ത് ഇന്ത്യൻ വംശജനായ ക്രൈം ബോസ് തായ്ലൻഡിൽ പിടിയിൽ. 20 വർഷം തടവ്. ബ്രിട്ടീഷ് ആരോഗ്യ സേവനമായ NHSന്റെ രോഗികളെ കൊണ്ടുപോകുന്ന വ്യാജ വാനുകൾ ഉപയോഗിച്ച് UK-യിലുടനീളം കോടിക്കണക്കിന് രൂപയുടെ മയക്കുമരുന്ന് കടത്തിയ സംഘത്തലവൻ റിതേഷ് പട്ടേലിനെ തായ്ലൻഡിൽ വച്ച് പിടികൂടി. 43 വയസ്സുകാരനായ ഇയാൾ ലണ്ടൻ, ലിവർപൂൾ, വെയിൽസ് എന്നിവിടങ്ങളിലേക്ക് നൂറുകണക്കിന് കിലോ കൊക്കൈനും ഹെറോയിനും എത്തിച്ച സംഘത്തിന്റെ തലവനായിരുന്നു. സംശയം ഒഴിവാക്കാനായി NHS രോഗി ഗതാഗത വാനുകൾക്ക് സമാനമായ വാഹനങ്ങളും മിസ്റ്റർ റിക്കവറി എന്ന പേരിൽ രഹസ്യ അറകളുള്ള ട്രക്കുകളും ഉപയോഗിച്ച് ദുബായ്, സ്പെയിൻ എന്നിവിടങ്ങളിൽ കേന്ദ്രീകരിച്ചായിരുന്നു പ്രവർത്തനങ്ങൾ. വ്യാജ പാസ്പോർട്ട് ഉപയോഗിച്ച് തായ്ലാൻഡിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ 2022 ഇയാൾ പിടിയിലായത്. തുടർന്ന് ബ്രിട്ടീഷ് അധികൃതരുടെ നിയമ പോരാട്ടത്തിനൊടുവിൽ ഇയാളെ ബ്രിട്ടനിലെത്തിച്ചു. കാർഡിഫ് ക്രൗൺ കോടതി ഇയാൾക്ക് 20 വർഷത്തെ കഠിന തടവിന് ശിക്ഷ വിധിച്ചു. ക്രിമിനലുകൾ ഉപയോഗിച്ചിരുന്ന എൻക്രോചാറ്റ് എന്ന രഹസ്യ സന്ദേശ ആപ്ലിക്കേഷനിലെ വിവരങ്ങളാണ് പ്രധാനമായും പട്ടേലിനെ കൊടുക്കാൻ സഹായിച്ചത്. സബ്സ്ക്രിപ്ഷനുകൾ എളുപ്പത്തിൽ റദ്ദാക്കാൻ പുതിയ നിയമങ്ങൾ വരുന്നു. സബ്സ്ക്രിപ്ഷനുകൾ എളുപ്പത്തിൽ റദ്ദാക്കാനും അനാവശ്യ ഓട്ടോ റിന്യൂവലുകൾക്ക് റീഫണ്ട് നേടാനും സഹായിക്കുന്ന പുതിയ നിയമങ്ങൾ ഉടൻ പ്രാബല്യത്തിൽ വരും. സബ്സ്ക്രിപ്ഷൻ ട്രാപ്പുകൾക്കെതിരായ ഈ നടപടി സാധാരണക്കാർക്ക് വർഷം തോറും ഏകദേശം £170 ലാഭിക്കാൻ കഴിയുമെന്ന് ബിസിനസ് ആൻഡ് ട്രേഡ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു. ഇനി മുതൽ സബ്സ്ക്രിപ്ഷനുകൾ റദ്ദാക്കാൻ അനന്തമായ ഫോൺ കോളുകൾ നടത്തേണ്ടി വരില്ല. ട്രയൽ കാലയളവ് അവസാനിച്ചതിന് ശേഷമോ വാർഷിക സബ്സ്ക്രിപ്ഷൻ ഓട്ടോമാറ്റിക്കായി പുതുക്കുമ്പോഴോ ഉപഭോക്താക്കൾക്ക് 14 ദിവസത്തെ കൂളിംഗ് ഓഫ് കാലയളവ് ലഭിക്കും. ഈ മാറ്റങ്ങൾ 2027 വസന്തകാലത്തോടെ പ്രാബല്യത്തിൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതിലൂടെ സബ്സ്ക്രിപ്ഷനുകൾ റദ്ദാക്കാൻ നിയമങ്ങൾ സഹായിക്കുമെന്നും DBT കൂട്ടിച്ചേർത്തു. കമ്പനികൾ ഉപഭോക്താക്കളെ നിശബ്ദമായി ചെലവേറിയ കരാറുകളിലേക്ക് മാറ്റുന്നത് തടയുന്നതിന് വ്യക്തമായ വിവരങ്ങൾ മുൻകൂട്ടി നൽകാൻ നിർബന്ധിതരാകും. സൗജന്യ ട്രയലിന് ശേഷം റദ്ദാക്കാൻ മറന്നാലോ അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ഓട്ടോമാറ്റിക്കായി പുതുക്കുകയോ ചെയ്താൽ 14 ദിവസത്തെ കൂളിംഗ് ഓഫ് കാലയളവ് ആളുകൾക്ക് പൂർണ്ണമായോ ആനുപാതികമായോ റീഫണ്ട് നേടാൻ സഹായിക്കും. ഈ മാറ്റങ്ങൾ പൊതുജനങ്ങൾക്ക് ഒരു വർഷം £400 മില്യൺ ലാഭിക്കുമെന്ന് DBT കണക്കാക്കുന്നു. ട്രാക്ക് ചെയ്യാനുള്ള ബ്ലാക്ക് ബോക്സ്. മോട്ടബിലിറ്റി ഡ്രൈവർമാർ ഞെട്ടലിൽ. 30 വയസ്സിൽ താഴെയുള്ള മോട്ടബിലിറ്റി ഡ്രൈവർമാർ വാഹനങ്ങളിൽ നിർബന്ധമായും ഘടിപ്പിക്കേണ്ടി വരുന്ന ബ്ലാക്ക് ബോക്സ് ട്രാക്കറുകളെക്കുറിച്ച് ഞെട്ടൽ രേഖപ്പെടുത്തി. ഡ്രൈവിംഗ് ശീലങ്ങൾ, വേഗത, ബ്രേക്കിംഗ് എന്നിവ നിരീക്ഷിക്കുന്ന ഈ ഉപകരണങ്ങൾ പ്രതിവാര റേറ്റിംഗ് നൽകും. 12 മാസത്തിനുള്ളിൽ 4 അതിലധികമോ റെഡ് റേറ്റിംഗുകൾ ലഭിച്ചാൽ ഡ്രൈവർമാരെ മോട്ടബിലിറ്റി സ്കീമിൽ നിന്ന് നീക്കം ചെയ്തേക്കാം. ഇത് വരുമാനത്തിന്റെ ഒരു ഭാഗം ഉപയോഗിച്ച് പുതിയ വാഹനം വാടകയ്ക്കെടുക്കാൻ യോഗ്യരായ വികലാംഗരെ സഹായിക്കുന്ന പദ്ധതിയാണ്. ഈ മാറ്റം വികലാംഗരുടെ സ്വാതന്ത്ര്യത്തെയും ജോലി ചെയ്യാനുള്ള കഴിവിനെയും ബാധിക്കുമെന്ന് വിമർശകർ പറയുന്നുണ്ടെങ്കിലും വില കുറയ്ക്കുന്നതിനും ആളുകളെ സുരക്ഷിതരാക്കുന്നതിനും വേണ്ടിയാണ് ഇത് ചെയ്യുന്നതെന്നാണ് മോട്ടബിലിറ്റി അവകാശപ്പെടുന്നത്. ഡോക്ടർമാരുടെ സമരം. പുതിയ ജോലികൾ ലഭ്യമാക്കാനുള്ള സർക്കാർ വാഗ്ദാനം പിൻവലിച്ചു. ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷൻ അടുത്ത ആഴ്ചത്തെ 6 ദിവസത്തെ സമരം മാറ്റിവെക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് ഇംഗ്ലണ്ടിൽ 1000 ഡോക്ടർ ട്രെയിനിംഗ് തസ്തികകൾ സൃഷ്ടിക്കാനുള്ള സർക്കാർ വാഗ്ദാനം പിൻവലിച്ചു. റെസിഡന്റ് ഡോക്ടർമാർ അഥവാ ജൂനിയർ ഡോക്ടർമാർ എന്നിവരുമായുള്ള നീണ്ടുനിൽക്കുന്ന തർക്കം പരിഹരിക്കാനുള്ള നടപടികളുടെ ഭാഗമായിരുന്നു ഈ അധിക തസ്തികകൾ. ഇത് വളരെ ദൗർഭാഗ്യകരമായ തീരുമാനമാണെന്ന് BMA റെസിഡന്റ് ഡോക്ടർ കമ്മിറ്റി ചെയർ ഡോക്ടർ ജാക്ക് ഫ്ലെച്ചർ പറഞ്ഞു. വിശ്വാസയോഗ്യമായ ഓഫറുകൾ നൽകിയാൽ വ്യാവസായിക നടപടികൾ മാറ്റിവെക്കാൻ തങ്ങൾ തയ്യാറാണെന്ന് സ്ഥിരമായി പറഞ്ഞിട്ടുണ്ടെന്നും അധിക പരിശീലന തസ്തികകൾക്ക് പുറമെ പരീക്ഷാ ഫീസ് പോലുള്ള ചില ചിലവുകൾ വഹിക്കാമെന്നും വേഗത്തിലുള്ള ശമ്പള വർധനവ് ഉറപ്പാക്കാമെന്നും സർക്കാർ വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ അവസാന നിമിഷം ഈ വാഗ്ദാനങ്ങൾ ദുർബലപ്പെടുത്തിയതായി BMA ആരോപിച്ചു. സമരം കാരണം ഈ തസ്തികകൾ ഈ മാസം ആരംഭിക്കാൻ സാധിക്കില്ലെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. സമരങ്ങളെയും കൂടുതൽ അനിശ്ചിതത്വത്തെയും നേരിടാൻ സിസ്റ്റങ്ങൾ തയ്യാറെടുക്കേണ്ടതിനാൽ ഈ വർഷത്തെ റിക്രൂട്ട്മെന്റിനായി ഈ തസ്തികകൾ ആരംഭിക്കുന്നത് പ്രവർത്തനപരമായും സാമ്പത്തികപരമായും സാധ്യമല്ലെന്ന് ഒരു വക്താവ് പറഞ്ഞു. ലണ്ടനിൽ സോഷ്യൽ മീഡിയ ലിങ്കപ്പ്. സംഘർഷത്തിൽ കലാശിച്ചു. 2 കൗമാരക്കാർ അറസ്റ്റിൽ. ക്ലഫാമിൽ പോലീസ് പെട്രോളിംഗ് ശക്തമാക്കി. ലണ്ടനിലെ ക്ലഫാം ഹൈസ്ട്രീറ്റിൽ സോഷ്യൽ മീഡിയ വഴി ആഹ്വാനം ചെയ്ത ലിങ്കപ്പ് വലിയ സംഘർഷത്തിനും ഗതാഗത തടസ്സത്തിനും കാരണമായി. നൂറുകണക്കിന് യുവാക്കൾ തെരുവിലിറങ്ങിയതോടെ പ്രദേശം യുദ്ധക്കളത്തിന് സമാനമായി. ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാനെത്തിയ പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതിനാണ് 2 കൗമാരക്കാരെ മെട്രോപൊളിറ്റൻ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. സോഷ്യൽ മീഡിയയിലൂടെയുള്ള
രഹസ്യ സന്ദേശങ്ങൾ പിന്തുടർന്നാണ് യുവാക്കൾ ക്ലഫാമിലേക്ക് എത്തിയത്. റോഡുകൾ ഉപരോധിച്ചും ബസ്സുകൾക്കും കാറുകൾക്കും തടസ്സം സൃഷ്ടിച്ചും ഇവർ അക്രമാസക്തരായതോടെ നാട്ടുകാർ പരിഭ്രാന്തിയിലായി. അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ പോലീസ് പ്രദേശത്ത് ഡിസ്പേഴ്സൽ ഓർഡർ പ്രഖ്യാപിച്ചു. കൂട്ടം കൂടി നിൽക്കുന്നവരോട് പ്രദേശം വിട്ടുപോകാൻ ആവശ്യപ്പെടാനും അനുസരിക്കാത്തവരെ അറസ്റ്റ് ചെയ്യാനും പോലീസിന് അധികാരമുണ്ട്. അടുത്ത കാലത്തായി ടിക്ടോക്ക്, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിലൂടെയുള്ള ഇത്തരം ലിംഗപ്രവണതകൾ യുകെയിലെ വിവിധ നഗരങ്ങളിൽ ക്രമസമാധാന പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. നിശ്ചിത സമയത്ത് ഒരു സ്ഥലത്ത് ഒത്തുകൂടാൻ നൽകുന്ന ആഹ്വാനം പലപ്പോഴും ലഹരി ഉപയോഗത്തിലേക്കും അക്രമാസക്തമായ പെരുമാറ്റത്തിലേക്കും നയിക്കുന്നു. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകൾ നിരീക്ഷിച്ചു വരികയാണെന്ന് പോലീസ് വക്താവ് വ്യക്തമാക്കി. പ്രദേശവാസികളുടെയും വ്യാപാരികളുടെയും സുരക്ഷ ഉറപ്പാക്കാൻ കൂടുതൽ ഉദ്യോഗസ്ഥർ ക്ലഫാമിൽ തുടരും. യുകെയിലെ പുതിയ ഇന്ത്യൻ ഹൈക്കമ്മീഷണറായി മുതിർന്ന IFS ഉദ്യോഗസ്ഥൻ പെരിയസ്വാമി കുമാരനെ നിയമിച്ചു. നിലവിൽ വിദേശകാര്യ മന്ത്രാലയത്തിൽ സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്ന ഇദ്ദേഹം ചൈനയിലെ ഇന്ത്യൻ അംബാസഡറായി നിയമിതനായ വിക്രം ദൊരൈസ്വാമിക്ക് പകരക്കാരനായാണ് ലണ്ടനിലെത്തുന്നത്. 1992 ബാച്ച് IFS ഓഫീസറായ കുമാരന് 3 പതിറ്റാണ്ടിലേറെ നീണ്ട നയതന്ത്ര പരിചയമുണ്ട്. കെയ്റോ, ട്രിപ്പോളി, ബ്രസൽസ്, ഇസ്ലാമാബാദ്, വാഷിംഗ്ടൺ, കൊളംബോ എന്നിവിടങ്ങളിലും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഖത്തറിലെ ഇന്ത്യൻ അംബാസഡറായും 2016 മുതൽ 2020 വരെയും സിംഗപ്പൂരിലെ ഹൈക്കമ്മീഷണറായി 2020 മുതൽ 2023 വരെയും പ്രവർത്തിച്ച പരിചയസമ്പത്ത് ഇദ്ദേഹത്തിനുണ്ട്. IIT മദ്രാസിൽ നിന്ന് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ BTech ബിരുദം നേടിയ കുമാരൻ ഇംഗ്ലീഷ്, തമിഴ്, ഹിന്ദി, അറബിക് ഭാഷകളിൽ പ്രാവീണ്യമുള്ള വ്യക്തിയാണ്. ബ്രിട്ടീഷ് ഗ്യാസിൻ്റെ 11 AM റൂൾ ഊർജ്ജ ബില്ലുകൾ 50% കുറയ്ക്കാം. ബ്രിട്ടീഷ് ഗ്യാസ് പീക്ക് സേവ് സൺഡേ പദ്ധതിയിലൂടെ അരമണിക്കൂർ വൈദ്യുതി നിരക്കിൽ ലഭ്യമാക്കുന്നതിലൂടെ വീടുകളിലെ ഊർജ്ജ ബില്ലുകൾ ഉടനടി കുറയ്ക്കാൻ ഉപദേശം നൽകുന്നു. സമീപകാലത്ത് മിഡിൽ ഈസ്റ്റിലെ സംഭവങ്ങൾ കാരണം മൊത്തത്തിലുള്ള ഊർജ്ജവില വർദ്ധിച്ചതിനാൽ വരും മാസങ്ങളിൽ ഊർജ്ജ ബില്ലുകൾ വർദ്ധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. യുകെയിലെ മൊത്തത്തിലുള്ള ഊർജ്ജവില ഏകദേശം 50% വർദ്ധിച്ചു. ഇത് ഊർജ്ജ വിതരണക്കാർക്ക് കൂടുതൽ വില നൽകേണ്ടി വരുന്നു. ഗ്യാസ് വില 30% വർദ്ധിച്ച് 3 വർഷത്തെ ഏറ്റവും ഉയർന്ന നിലയിലെത്തി. അതിനാൽ വൈദ്യുതി ചെലവുകളും വർദ്ധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓഫ്ജം ഊർജ്ജവില സംരക്ഷിക്കുമെങ്കിലും ജൂലൈ 1 മുതൽ വില ഏകദേശം 9% വർദ്ധിക്കുമെന്ന് ബ്രിട്ടീഷ് ഗ്യാസ് പ്രവചിക്കുന്നു. കൂടാതെ ഒക്ടോബറിലും ജനുവരിയിലും വില വർധന പ്രതീക്ഷിക്കുന്നു. താരിഫുകൾ കൂടുതൽ ചിലവേറിയതായിരിക്കും. ബ്രിട്ടീഷ് ഗ്യാസിൻ്റെ പീക്ക് സേവ് സ്കീം വഴി എല്ലാ ഞായറാഴ്ചയും രാവിലെ 11 മുതൽ വൈകിട്ട് 4 വരെ വൈദ്യുതിക്ക് 50% കിഴിവ് ലഭിക്കും. പാചകം, വാഷിംഗ് മെഷീൻ പോലുള്ള ഊർജ്ജം ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഇത് ഉപകരിക്കും. ഈ സ്കീം എല്ലാ ഉപഭോക്താക്കൾക്കും ലഭ്യമാണ്. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും മലയാള UK ന്യൂസിൽ നിന്നുള്ള വാർത്താ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക. നോട്ടിഫിക്കേഷനുകൾ ലഭിക്കുന്നതിന് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് എന്നിവയിലൂടെ മലയാള UK ന്യൂസ് ഫോളോ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.